കറക്റ്റായിട്ട് കിട്ടും. 3000-ലും കൂടുമെന്നാ എൻ്റെ സംശയം. എന്താ വെച്ചാൽ ഈ 600 പോയി 2000 അപ്പൊ ഈ 3000 പറഞ്ഞാൽ ഇനി 5 കൊല്ലം എത്തുമ്പോഴേക്കും അത് 5000 ആവുന്ന എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ടവർ രക്ഷപ്പെട്ടില്ലേ. അപ്പൊ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പൂർണ്ണ വിശ്വാസമാണ്. 99-100% ഈ UDFിന്റെ ഈ സതീശനോ അവരുടെ പ്രകടന പത്രികയൊക്കെ ഈ നാട്ടുകാരെ കണ്ണിടാനാ. ഇന്നലെ ഇതിപ്പോ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ അതേ സമയത്ത് തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അവർ വന്നാലും 3000 തരുമെന്ന്. അതിൽ വിശ്വാസം ഉണ്ടോ? അതിൽ യാതൊരു വിശ്വാസമില്ല. എന്താ കാരണം ആന്റണി 20 മാസത്തെ മുടക്ക് വരുത്തിയിട്ട് 500 കൊടുത്തിട്ട് ഇവരത് 600 ആക്കി. ഉമ്മൻചാണ്ടി എന്നിട്ട് 18 മാസത്തെ മുടക്കി അറിയോ. എന്നിട്ട് ഇവർ 3000 രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതൊന്നും കിട്ടില്ല. നാട്ടുകാരുടെ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞാൽ അവർ ഹോസ്പിറ്റലുകളൊക്കെ പ്രൈവറ്റ് ആസ്പത്രികളൊക്കെ വിറ്റു കഴിഞ്ഞു. അതേ മദറൊക്കെ വിറ്റു എന്നാ ഞാൻ കേട്ടത്. അപ്പോൾ അവിടെ ചികിത്സയ്ക്ക് ആൾക്കാർ വരണം. അപ്പോൾ ആസ്പത്രികളൊക്കെ സ്തംഭനാക്കുക, ആസ്പത്രികൾ മരുന്നില്ലാണ്ടാക്കുക. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഓരോ ഡിവിഷനിലും 3 ആസ്പത്രി 2 ആസ്പത്രിയാണ്. അപ്പം മരുന്ന് മേടിക്കാൻ നമ്മൾ ഇവിടെ ഇല്ലെങ്കിൽ ഓടിച്ചല്ലേ അവിടേക്കല്ലേ. അപ്പം അങ്ങനെ ആസ്പത്രികളെ സ്തംഭനാവസ്ഥയിൽ കൊണ്ടുവരിക. ഈ റേഷൻ നമ്മളിപ്പോൾ മേടിക്കുന്നുണ്ടല്ലോ. ഒരു 10 കൊല്ലം മുമ്പ് റേഷൻ അരി വെച്ചാൽ മൂക്ക് പൊത്തേണ്ട ഗതികേടായിരുന്നു. ഇന്നിപ്പോൾ വിരുന്നാർ വന്നാലും ഓണത്തിന് വരെ റേഷൻ അരി വിളമ്പി കൊടുക്കാം. അപ്പൊ അതായത് ചേട്ടൻ പറയുന്നത് വേറെ ഒന്നുമല്ല, പ്രതിപക്ഷം അത് കണ്ടിപ്പൊടിയിടാൻ വേണ്ടി പറയുന്നതാണ്. അതെ, തീർച്ചയായിട്ടും അത് നടക്കില്ല അവരെ കൊണ്ട്. പിന്നെ എന്താ കാര്യം? ഒരിക്കലും നടക്കില്ല. അത് ഈ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം പറയുന്നതാ. അപ്പോൾ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി 4 പെൺകുട്ടികളാണ്. അവരുടെ ഫാമിലി അടക്കം ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഒരു മോളുടെ ഭർത്താവും മരിച്ചു. അവൾക്കും കിട്ടി 4000 രൂപ വിധവാ പെൻഷനേ. അതുപോലെ ഈ 1000 രൂപ വെച്ച് എൻ്റെ താഴെയുള്ള മോൾക്ക് കിട്ടി. വിദ്യാർത്ഥികൾക്കുള്ള അല്ല, ഈ അടുക്കളയിലൊക്കെ വീട്ടമ്മമാരുടെ പെൻഷൻ. യെസ്. ഇപ്പൊ എൻ്റെ വീട്ടിൽ ശരിക്കും പറയാൻ വെച്ചാൽ ഈ മാസം 9000 രൂപ കിട്ടി. 2, 4, 4, 8, 4, 12 രൂപ എൻ്റെ വീട്ടിലേക്ക്. എൻ്റെ താഴെയുള്ള മോൾക്ക് 1000. ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഈ 80 വയസ്സായിട്ട് മരം തള്ളല്ല ആളാ പറയുന്നത്. ഇത് ഇത്ര സത്യം. ഇതിലും വരെ എന്താ പറയുക? കേരളത്തിന് പിണറായി 2ാമത് വന്നാൽ സ്വർഗണം, അല്ലെങ്കിൽ കഴിഞ്ഞു ഒപ്പുണ്ടാക്കല്.